Intercession for India. Intercession for India. മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ മാത്രം നിലവിലിരിക്കുന്ന പ്രത്യേക ആചരണമാണ് പെസഹ വ്യാഴാഴ്ച രാത്രിയിലെ പെസഹ ഭക്ഷണം. യഹൂദന്മാരുടെ പെസഹ ഭക്ഷണത്തിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെയും പശ്ചാത്തലത്തിൽ തദ്ദേശീയമായ അനുരൂപണത്തോടെ നടത്തപ്പെടുന്ന കുടുംബാചരണമാണ് പെസഹ ഭക്ഷണം. മാർത്തോമാ നസ്രാണികൾ ഉത്ഭവത്തിൽ യഹൂദരുമായി ഉണ്ടായിരുന്ന ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ആചരണമായും ഇത് കണക്കാക്കാവുന്നതാണ്. പ്രത്യേകമാവിധം തയ്യാറാക്കുന്ന കുരിശപ്പവും പാലുമാണ് പെസഹ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് കുടുംബനായിക നേതൃത്വം കൊടുക്കുമ്പോൾ ഭക്ഷണ സമയത്ത് നേതൃത്വം വഹിക്കുന്നത് കുടുംബനാഥനാണ്. തന്മൂലമാകാം കുടുംബനാഥനോ നായികയോ മരിക്കുന്ന വർഷം കുരിശപ്പം ഉണ്ടാക്കുകയോ ആഘോഷമായി ഭക്ഷിക്കുകയോ ചെയ്യുന്നില്ല. സ്നേഹിതരോ ബന്ധുക്കളോ സംഭാവനയെ കൊണ്ടുവരുന്ന അപ്പവും പാലും അനാർഭാടമായി ഭക്ഷിക്കുക മാത്രം ചെയ്യുന്നു. ഓശാന ഞായറാഴ്ച വെഞ്ചരിച്ച കുരുത്താൽ കൊണ്ടുള്ള കുരിശ് വെച്ചാണ് കുരിശപ്പം ഉണ്ടാക്കുക. പ്രത്യേകമാവിധം തയ്യാറാക്കുന്ന ഉഴുന്നുമാവും അരിപ്പൊടിയുമാണ് കുരിശപ്പത്തിന് ഉപയോഗിക്കുക. തേങ്ങാപ്പാല് ശർക്കരയുമാണ് പാലിന് ഉപയോഗിക്കുന്ന പ്രധാന വിഭവങ്ങൾ. സ്ഥല സാഹചര്യം അനുസരിച്ചുള്ള പ്രത്യേക സുഗന്ധദ്രവ്യങ്ങളും ചിലപ്പോൾ വാഴപ്പഴവും ഇതിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. യഹൂദന്മാരുടെ പെസഹ ഭക്ഷണവും അതോടനുബന്ധിച്ച് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും അനുസ്മരിപ്പിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം കുടുംബനാഥൻ കുരിശപ്പ് 13 കഷ്ണങ്ങളായി മുറിച്ച് ഓരോന്നും പാലിൽ മുക്കി ഓരോരുത്തർക്കും നൽകുന്നു. കൂടുതൽ അംഗങ്ങൾ ഉള്ളപ്പോൾ ഒന്നിൽ കൂടുതൽ അപ്പങ്ങൾ മുറിക്കും. മൂത്തവർ മുതൽ ആദരപൂർവ്വം അത് വാങ്ങി നിന്നുകൊണ്ട് തന്നെ ഭക്ഷിക്കുന്നു. അനന്തരം എല്ലാവരും ഇരുന്ന് അവശേഷിക്കുന്ന അപ്പവും പാലും ഭക്ഷിക്കുന്നു. കുരിശപ്പത്തിന്റെ കഷ്ണങ്ങൾ നഷ്ടപ്പെടുത്തുകയോ മിശിഹ അനുയായികളല്ലാത്തവർക്ക് കൊടുക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യുവാനുണ്ടെങ്കിൽ വേറെ തരത്തിലുള്ള അപ്പങ്ങൾ അതിനായി ക്രമീകരിക്കുന്നു. കുരിശപ്പവും പാലും മിച്ചം വന്നാൽ പിറ്റേ ദിവസം കുടുംബാംഗങ്ങൾ തന്നെ അത് ഭക്ഷിക്കുന്നു. അത് പീഡാനുഭവ വെള്ളിയാഴ്ചയുടെ ഉപവാസ വ്യഞ്ജനമായി കണക്കാക്കാറുമില്ല. പെസഹ ഭക്ഷണാനന്തരം ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥനയും രക്തം വിയർക്കലും പടയാളികൾ അവിടുത്തെ ബന്ധിച്ചതുമായ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ടും അതിനിടയാക്കിയ സ്വന്തം പാപങ്ങളെ മേൽ അനുദപിച്ചുകൊണ്ടും രാത്രി മുഴുവൻ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലും സങ്കീർത്തന ആലപത്തിലും ചിലവഴിക്കുന്ന പതിവ് മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിന് ശേഷം മിഷണറിമാരുടെ സ്വാധീനത്തോടെ വിശുദ്ധ കുർബാനയുടെ ആരാധന നടപ്പിൽ വന്നതോടെ വീടുകളിലോ ദേവാലയങ്ങളിലോ നടന്നിരുന്ന മുൻ സൂചിപ്പിച്ച ജാഗരണ പ്രാർത്ഥന ദേവാലയങ്ങളിൽ മാത്രമായി ചുരുങ്ങി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രാത്രികാലങ്ങളിലെ ആരാധന നിർത്തലാക്കിയതോടുകൂടെ രാത്രിയിലെ ജാഗരണ പ്രാർത്ഥനയും അവസാനിച്ച രീതിയിലാണ് ഇപ്പോൾ. കുടുംബങ്ങളിലും പള്ളികളിലും നിലവിലിരുന്ന ജാഗരണ പ്രാർത്ഥനകൾ പുനരുദ്ധരിക്കുക ആവശ്യമാണ്. ദീർഘമായ യാമപ്രാർത്ഥനയാണ് പ്രസ്തുത അവസരത്തിനായി ഉറവിടങ്ങൾ പ്രദാനം ചെയ്യുന്നത്.